ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബോംബേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാം. എന്നിട്ട് പറഞ്ഞതല്ല സത്യം, ഒന്ന് എസ് അടിച്ചു കൊടുക്കുമെന്ന്. നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത ആളുകൾക്ക് അറിയാം. കുട്ടികളോട് പറയാം ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കും ഈ ചങ്ങായി. ഇങ്ങോട്ട് ചോദിച്ചതിന് ശേഷം ഇങ്ങോട്ട് പറയും അവര് ഒരു ആൻസറും ഇല്ലാത്തപ്പം പറയും ഒന്ന് എസ് അടിച്ചു കൊടുക്കും, ഒന്ന് എസ് അടിച്ചു കൊടുക്കും. ഈ ഒരു അവസ്ഥയില് ഈ നൗഷാദ് അഹ്സനിയൊക്കെ ഉണ്ടല്ലോ, നൗഷാദ് അഹ്സനിക്ക് ഇന്നലൊന്നും നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മാന്യമായിട്ട് ഉത്തരം പറയാൻ അന്നം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ബോംബെയിൽ നിന്നായാലും കോഴിക്കോട് നിന്നായാലും മുടിക്ക് നേല് ഒരേപോലെ തന്നെ ആയിരിക്കും, അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇവരുടെ ഒരു മുക്കൂട്ട് കമ്പനിയായിരിക്കുന്ന ജാലിയാവാലയും കാന്തപുരവും ഈ അഹ്സനിയും അതുപോലെ തന്നെ ഖസ്റജിയും കൂടിക്കൊണ്ട് ബോംബെയിൽ ചെല്ലുന്നതിന് പകരം നമ്മളെ അടുത്തുള്ള മുടിയും ഇവരുടെ അടുത്തുള്ള മുടിയും ഒരു നേൽ പരിശോധനക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് ഈ നൗഷാദ് അഹ്സനി തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വാസ്തവം അതിന്റെ സത്യാവസ്ഥ വെളിപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നുകിൽ കരിച്ചു നോക്കുകയാണെങ്കിൽ, കത്തിച്ചു നോക്കുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അത് പറഞ്ഞു അത് കത്തി അങ്ങോട്ട് പോവും, ഉറപ്പാണ്. അതുപോലെ തന്നെ അതിന്റെ നേര് നോക്കുകയാണെങ്കിൽ അതിന് നിഴലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴും പറയുന്നു അവിടെ നിന്ന് ജാലിയാവാല നിഴല് നോക്കിയിട്ടാണ് അമീദ് ഫൈസി ഉസ്താദിന് കൊടുത്തിട്ടുള്ളത്. അമീദ് ഫൈസി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, പച്ച നോണ. എന്നിട്ട് അതിന്റെ കൂടെ പറയുന്നു മക്കളെ ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾ താജുൽ ഉലമയുടെയും കാന്തപുരത്തിന്റെയും മക്കളാണ്, ഞങ്ങൾക്കും അത് തന്നെ പറയാണ്ട് കാന്തപുരത്തിന്റെ മക്കളാകാൻ യോഗ്യനാണ് നൗഷാദ് അഹ്സനിയും പത്തപ്പിരിയും ഒക്കെ. ആ യോഗ്യതയുണ്ട്. തെരഞ്ഞെടുത്ത നുണകളാണ് കാന്തപുരത്തിന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്കും അതേപോലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. വെറും കളവ് മാത്രം പറഞ്ഞുകൊണ്ട് സമൂഹത്തില് വെറും കളവ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിലാണ് കളവ് പറയുന്നതെന്ന് ഓർക്കുന്ന പോലുമില്ല. ഇവർ പറയുന്നത് കാന്തപുരത്തിന്റെ താജുൽ ഉലമയും മക്കളാണെന്ന് പറയുമ്പോ നമുക്ക് സംശയം, ഇയാൾ കാന്തപുരത്തിന്റെ മകനാണോ എന്ന് തന്നെ സംശയപ്പെടുന്നു. കാരണം അത്രമാത്രം കാന്തപുരത്തെ പോലും മറികടക്കുന്ന രീതിയിലുള്ള കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന ഈ നൗഷാദ് അഹ്സനിയെ പോലെയുള്ള ആളുകൾ. ക്യാമറയെ കുറിച്ച് ഇന്നലെ അവിടെ പറയുകയുണ്ടായി. നമുക്കറിയല്ലോ ഉസ്താദ്, നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് പറഞ്ഞു ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ. അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പോലും ഈ അഹ്സനിക്ക് സാധിക്കുമോ? മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഇന്നലെ ഭിന്നത ഉണ്ടാകുന്ന രീതിയാണ്, അതുകൊണ്ട് നമുക്കിതൊന്ന് തെളിയിക്കാമെന്ന് പറഞ്ഞപ്പോ മാന്യമായിട്ട് അതിനെ സ്വാഗതം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. എന്ത് നമുക്കതിന്ന് മനസ്സിലാക്കാം? ഇവരുടെ കയ്യിലുള്ള മുടി വ്യാജമാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പല SSFകാരും നിഷ്പക്ഷവാദികളായിട്ട് ഇപ്പൊ കടന്നു വരുന്നത്. അൽഹംദുലില്ലാ, അത് തന്നെ നമുക്ക് നമ്മുടെ റൂമിന്റെ KICR കേരള ഇസ്ലാമിക് റൂമിന്റെ വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഇങ്ങനെ കളവ് പറയുന്ന രീതി ലോക ചരിത്രത്തിൽ ഒരു പണ്ഡിതനും ഇത്രമാത്രം റസൂലുള്ളാന്റെ മേലിൽ വ്യാജം കെട്ടിച്ചമച്ചത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, ആ റസൂലിനോടുള്ള മഹബ്ബത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ വ്യാജം കെട്ടിച്ചമച്ചുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായിത്തങ്ങളും ചെയ്യുന്ന ഒരു പ്രവർത്തനം എങ്ങനെ നമ്മൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാ. നമ്മുടെ കേരള ഇസ്ലാമിക് റൂമിന്റെ ക്ലാസ്സിൽ വരുന്ന ചില ആളുകൾക്കൊക്കെ തോന്നിക്കാണും എന്താണ് എന്നും ഇതുപോലെയുള്ള ചർച്ച നടത്തുന്നത് എന്ന് പോലും തോന്നിപ്പോകും. അവരോടൊക്കെ വളരെ മാന്യമായിട്ട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വ്യാജമായി കെട്ടിച്ചമച്ച് ഇങ്ങനെയുള്ള വ്യാജ ഈ മുടിയുണ്ടല്ലോ, ഇവർ പറയുന്ന ഈ തിരുകേശം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്കിടയിൽ വരുമ്പോ അതിനെതിരെ സമൂഹത്തിൽ നമ്മൾ രംഗത്തിരങ്ങൾ നമുക്ക് നിർബന്ധമായി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റർനെറ്റിന്റെ ലോകത്ത് നമ്മുടെ കേരള ഇസ്ലാമിക് റൂമിന്റെ ഒരു ഭാഗം സമയം അതിനു വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നതും. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെ ശക്തിയായിട്ട് നമ്മൾ രംഗത്ത് വരുമെന്നുള്ളത്.
അത് യഥാർത്ഥമായിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഒരു മഹബ്ബത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒരു ഇഷ്ടം, സ്നേഹം നമ്മുടെ മനസ്സിൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വ്യാജമുടിക്കെതിരെ രംഗത്തുണ്ടെന്ന് പറഞ്ഞ് നിർത്തും. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ മറുപടി പറയും. കേൾക്കുന്നില്ലേ? ഞങ്ങൾ എന്ത് മറുപടി പറയും. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ മറുപടി പറയും എന്ന് പറഞ്ഞ്, ഒരു ചോദ്യത്തിനും മറുപടി ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ വാചാലനായി. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്. പിന്നീട് മർക്കസിൽ വെച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പേരോട് അബ്ദുറഹിമാൻ സഖാഫിയും മർക്കസിൽ വെച്ച് പറഞ്ഞു പിന്നെ ഇത് സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഈ മുടി കൈമാറുന്നത്. കേൾക്കുന്നില്ലേ? സൗണ്ട് ഇല്ലേ? ഹലോ, ഒന്ന് ടെക്സ്റ്റ് അടിക്കോ? സൗണ്ട് ഇല്ലേ? ഓക്കെ. പരസ്യമായി സനദ് വായിച്ചുകൊണ്ടാണ് ഈ മുടി കൈമാറുന്നത്. ഫോണിലൂടെ സനദ് ചോദിച്ചവർക്ക് പറഞ്ഞു കൊടുക്കാത്തതിന്റെ എന്തൊക്കെയോ തോന്നിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയാണ് പരസ്യമായി സനദ് വായിച്ചുകൊണ്ടാണ് ഈ മുടി കൈമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രസംഗിച്ചു. അതേ പേരോട് അബ്ദുറഹിമാൻ സഖാഫി കുറ്റ്യാടിയിൽ വന്നപ്പോൾ അവിടെ വായിച്ചത് സനദല്ല നസബയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് ശരി? പേരോട് പറഞ്ഞ അവിടെ പറഞ്ഞതാണോ ശരി, ഇവിടെ പറഞ്ഞതാണോ ശരി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മറുപടി, പേരോട് കുറ്റ്യാടിയിൽ സനദ് അവിടെ വായിച്ചിട്ടില്ല എന്ന്, മർക്കസിൽ വായിച്ചത് സനദല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. വീണ്ടും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ വേറെ ഒരാള് അഡ്മിൻ വന്നുകൊണ്ട് മൈക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, പിന്നെ നമുക്ക് റമദാനാണ് വരുന്നത്, ഈ റമദാൻ വരുമ്പോൾ നമുക്ക് പിന്നെ ഇനി ഈ മുടിയുടെ ഷേറെ മുബാറക്കിന്റെ വിഷയം പറഞ്ഞ് സമയം കളയേണ്ടില്ല, നമ്മുടെ നേതാക്കന്മാർക്കാരും അതിൽ താല്പര്യവുമില്ല, അതുകൊണ്ട് നമ്മളുടെ നേതാക്കന്മാർക്കാർക്കും അതിൽ എന്തു ചെയ്തു, ആ വിഷയത്തിൽ നിന്ന് മാറി എനിക്കും ഡോട്ടിട്ടു കൊണ്ട് അവർ ആ വിഷയത്തിൽ നിന്ന് മാറി. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആ ചോദ്യത്തിനും അവർ മറുപടി പറയുന്നില്ല. എന്നിട്ട് റമദാനല്ലേ, അതുകൊണ്ട് ഇനി ഷേറെ മുബാറക്ക് വിശദീകരിക്കണം, നമ്മുടെ നേതാക്കന്മാർക്കാർക്കും അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകൾ ഇന്ന് അവരുടെ ക്ലാസ് റൂമിൽ ഷേറെ മുബാറക്ക് വിശദീകരണം നടക്കുന്നുണ്ട്. അപ്പൊ ഞാനതിൽ മെസ്സേജ് ടെക്സ്റ്റ് അടിച്ചു, എന്തേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്, ഇപ്പോഴും റമദാൻ ആയില്ലേ, എന്ത് നിങ്ങൾ നിർത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും എന്നെ ബൗൺസ് ചെയ്യുകയാണ് അവർ ചെയ്തത്, അല്ലാതെ അവർക്ക് മറുപടി ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാനൊരു ഇന്ന് വളരെ സന്തോഷം തോന്നിയൊരു ടെക്സ്റ്റ് കണ്ടു. നാളെ കളിയാട്ടുമുക്കില് പിന്നെ നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദും അതുപോലെ മുസ്തഫ അഷ്റഫിയും പ്രസംഗിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അവിടെ പരിപാടിയിൽ നാളെ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്, എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദാരിമി ഉസ്താദ് നല്ല ഒരു പ്രഭാഷണമാണ്, നല്ലൊരു അവതരണമാണ് നടത്തിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് പിന്നെ നല്ല അവർക്ക് AP ഗ്രൂപ്പിനോട് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അവര് എന്ത് പറഞ്ഞാലും ഞാൻ ഞാൻ ഇതിൽ തന്നെ സൂചിപ്പിച്ചു, അവർ കിണറ്റിലെ തവളകളെ പോലെയാണ്. കിണറ്റിലെ തവളകൾക്ക് ഏറ്റവും വലിയ ലോകം കിണറാണ് എന്നതുപോലെ കാന്തപുരവും മർക്കസുമാണ് AP ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ലോകം. അവർ പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല. അവർക്ക് ഏറ്റവും വലിയ വിഷയം കാന്തപുരമാണ്. അതുകൊണ്ട് പിന്നെ അവരോട് പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടി നടക്കുന്ന സമദ് അൻവരി ആണ് പ്രസംഗിക്കുന്നത്. സമദ് അൻവരി നമ്മളും അവരുടെ കൂടെയാണ്. ഞാൻ ടെസ്റ്റ് അടിച്ചു, സമദ് അൻവരിക്ക് SKSUവിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തയാളാണ് അദ്ദേഹം. പഴയ AP കാരനാണ് എന്നൊക്കെ ഞാൻ ടെക്സ്റ്റ് അടിച്ചു.
ടെക്സ്റ്റ് അടിക്കുമ്പോൾ അവർ ഡോട്ട് ചെയ്ത് കാണി നിനക്ക് ഡോട്ട് തന്നിട്ടുണ്ട് ഇന്ന ബൗൺസ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അറിയുന്നത്. അല്ലാതെ അതിനൊന്നൊരു മറുപടിയുമില്ല, അവർക്ക് ഒരു മറുപടിയുമില്ല. ഇന്ന് പുതിയൊരു ഔസേനിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നൗഷാദ് ഹുസൈന് പോയിട്ട് ഇപ്പൊ വേറൊരു ഔസേനിയാണെന്ന് സംസാരിക്കുന്നത്. അതുപോലെ പത്തപിരിയം ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പത്തപ്പിരിയം ഇല്ല. ഇവരൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചോദിച്ചു, ടെക്സ്റ്റ് അടിച്ച് ചോദിച്ചു, എന്താ അസൻ വടശ്ശേരിക്കും പത്തപ്പിരിയത്തിനൊക്കെ പിന്നെ സത്യം മനസ്സിലായോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴൊക്കെ ഇവര് എന്നെ ഡോട്ട് ഇടാണ്, പിന്നെയും ഡോട്ട് ഒഴിവാക്കും, പിന്നെ മെസ്സേജ് വരുമ്പോൾ പിന്നെയും ഡോട്ട് ഇടും, ബൗൺസ് ആക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവരുടെ എല്ലാ നേതാക്കന്മാർക്കും പരസ്യമായിട്ട് തന്നെ ആ വിഷയത്തെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അമിത് വൈസി പറഞ്ഞതുപോലെ ഏതെങ്കിലും രണ്ട് പീക്കിരി ചെക്കന്മാര് പ്രസംഗിച്ച് നടക്കുക, അല്ലാതെ വേറെ ആരും അതിൽ കുറിച്ച് പ്രസംഗിക്കാനില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സമസ്തക്കാരാണ് അവർ. ഡ്യൂപ്ലിക്കേറ്റ് സമസ്തക്കാർ കൊണ്ടുവരുന്ന മുടിയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഈ കാര്യത്തിൽ വളരെ നല്ല ഒരു കർത്തവ്യമാണ് നിർവഹിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പത്തപ്പിരിയം ഉസ്താദ് ഒമാനിലും വടശ്ശേരി ഉസ്താദ് പത്തപ്പിരിയം ഉസ്താദ് വടശ്ശേരി ഉസ്താദ് ഒമാനിലും പത്തപ്പിരിയം ഉസ്താദ് സൗദിയിലുമാണുള്ളത്. അതുകൊണ്ട് അത് അറിയിച്ചുകൊള്ളുന്നു. സൗദിയിലൊക്കെ ഉണ്ടായിക്കോട്ടെ, അവിടെയൊക്കെ അവിടുന്നൊക്കെ എവിടെ പോയാലും തന്നെ അവർക്ക് പരിപാടി. എവിടെ പോയാലും ഈ പ്രസംഗിച്ചടക്കം സൗദിയിലൊക്കെ പരിപാടിയില്ലേ? സൗദിയിൽ നിന്നൊക്കെ നല്ല ഈ ആളുകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളൊക്കെ പല ആളുകളും ഇവിടെ മൈക്കിൽ സംസാരിക്കുന്നതും പറയുന്നതും പരിപാടി അവതരിപ്പിക്കുന്നതും ഒക്കെ പല സ്ഥലത്തും തന്നെയാണ്. അപ്പൊ എവിടുന്ന് പോയാലും അവിടുന്ന് പറയാൻ കഴിയും. പക്ഷെ അവിടേക്ക് മുങ്ങിക്കാണ്, അല്ലാതെ മുങ്ങി നടക്കാണ്. പറയുകയാണെങ്കിൽ ലോകത്ത് നിന്ന് ഇപ്പൊ അവിടെ ഞാനിപ്പോ ഇന്ന് പിന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് കേരളത്തിൽ നിന്നിട്ടാ പറയണത്. ആർക്കും വന്നൂടെ? പക്ഷെ ഇല്ല, ഒക്കെ മുങ്ങിക്കാണ്. എന്നാ നമുക്ക് തൽക്കാലം പറയാനുള്ള. അടുത്ത ആള് വരട്ടെ മൈക്കിലേക്ക്. ഹലോ, ഏതായാലും സ്വഭാവം കാണിച്ചിട്ടാണ് അയാൾ ആദ്യം മൈക്ക് ചാടിയിട്ടാണ് പരിപാടി തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ തന്നെ പരിപാടിയുമായിട്ട് പോകാനും, പക്ഷേ എന്നാലും ചാടി ഒരു പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതല്ല. മാന്യമായി ക്യൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ എത്തിരി മുതലഞ്ഞിക്കണു എന്നൊക്കെ സംസാരിക്കാൻ അവസരം ഞങ്ങൾ തരും. പറഞ്ഞിരിക്കുന്നു ആ സംസാരിക്കാൻ അവസരം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതുകൊണ്ട് മൂപ്പരെ പിരിയാഞ്ഞതൊന്നും ഇപ്പൊ പറയണ്ട. ഇവിടെ ക്യൂവിൽ നിന്ന് ആളുകൾ ബാക്കിൽ നിന്ന് ഓരോരാളും ചോദിക്കുന്നു, മറുപടി കേട്ട് നിങ്ങൾക്കും വന്ന് ചോദിക്കാൻ ഉണ്ടാവും. എല്ലാവരും ഒരുക്കുകയും ചെയ്യും. ഇവരിപ്പോ എന്താ പിന്നെ അത് വന്നിരിക്കുന്നതോട് കൂടിയാണ് എ പി ബോഗ്രോയിലൊരു ദുബായിലാണ് ഇവരെന്തെങ്കിലും ഇവിടുന്ന പരിപാടിയിൽ പങ്കെടുക്കാറ്. ഇപ്പൊ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പറയാൻ കഴിയില്ല. അവർ കൂട്ടിയിട്ട് അവർക്ക് ഇനി ഉഷാദാസിനെ പോലെ ഒരു വിവരമില്ലാത്തവൻ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നല്ലാതെ വെറുതെ വെല്ലുവിളിക്കുക, ഞാൻ വിളിക്കും ഇങ്ങനെ പറയാതെ എങ്ങനെ വിളിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറയാതെ സത്യത്തിൽ ഇവർക്ക് അവർക്കും ഒന്നും പറയാനില്ല. പരിപൂർണമായും ഇവരുടെ നാക്കടച്ചിരിക്കുന്നു. ഇനി ഇവർക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, എന്തെങ്കിലും പറയാണ്ട് മറ്റേ ഒരാൾ പ്രസംഗിച്ചപ്പോ ധർമ്മവും സമരവും ഇല്ല